ഗുഡ് മോർണിംഗ് ഓൾ. പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നും ക്ലാസ്സിലെടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിഭക്തി പ്രത്യേക അല്ലെങ്കിൽ പർസംഗ് അതിൻ്റെ ക്ലാസ്സായിരുന്നു എടുത്തിരുന്നത്. നമ്മൾ എവിടം വരെ എത്തി? നേ ആദ്യത്തെ ക്ലാസ്സിലെടുത്തു. അതിനുശേഷം 5ാമത്തെ ക്ലാസ്സായിരുന്നു നേ. പിന്നെ 6ാമത്തെ ക്ലാസ്സിൽ നമ്മൾ കോയിനെ കുറിച്ചും സെയിനെ കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇതിന് 7ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിലാണ് നമ്മൾ കാ കേ കി 3 ഒരുമിച്ച് ഒരേ മീനിങ് ആണ് എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും പീറ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കാ കേ കിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ച ക്ലാസ്സിലെ സ്ലൈഡുകളാണ് കേട്ടോ. വിഭക്തി പ്രത്യയ, അതുപോലെ തന്നെ അത് ഏതൊക്കെയാണെന്നുണ്ട്. അടുത്തത് നേ, അതിനകത്ത് അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു പോന്നിരുന്നു. ഒന്നും കൂടെ നിങ്ങൾ നോക്കാം. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ് കോ എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചു. സേ എങ്ങനെയാണെന്ന് പഠിച്ചു. അടുത്തത് അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കി. ഇനി നമുക്ക് അടുത്ത് നോക്കാൻ പോകുന്നത് ഏതാണ്? കാ കേ കി. സത്യം പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടത് എങ്ങനെ ഇത് 3 ഒരേ മീനിങ് വന്നു. ഏതൊക്കെ മീനിങ്ങാ? ഉടേ, എൻ്റെ, അവൻ്റെ, ഇവൻ്റെ, എൻ്റെ, നിൻ്റെ, അതിൻ്റെ, ഇതിൻ്റെ, കുറേ എൻ്റെ വരുന്നുണ്ടേ. അതിലെ, ഇതിലെ, അങ്ങനെ കുറേ. ഇനി ഉള്ള 4 മീനിങ്ങും ഈ സെയിം സംഭവങ്ങൾക്കാണ് വരുന്നത്. ഇതെങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നതെന്ന് ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് പോവാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പം. സോ കാ എപ്പോഴൊക്കെ വരും, കെ എപ്പോഴൊക്കെ വരും, കി എപ്പോഴൊക്കെ വരും. ആദ്യം കാ എപ്പോഴൊക്കെ വരുന്നേ? പുല്ലിംഗ് ഏകവചനിൽ വരും. പുല്ലിംഗ് ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ ഒരാളേ ഉള്ളൂ. ഒരു മനുഷ്യൻ ഒരാളേ ഉള്ളൂ. രാമു പുല്ലിംഗാണ്, മീൻസ് ആള് എന്താണ്? മെയിലാണ്. ഒരാളേ ഉള്ളൂ. രാമു ഒരാളേ ഉള്ളൂ. പിന്നെ സോമൻ ഒരാളേ ഉള്ളൂ, മെയിലാണ്, ഒരാളേ ഉള്ളൂ. അങ്ങനെയാണ്. പുല്ലിംഗാണ്, ഏകവചനാണ്. ഇനി കേയോ പുല്ലിംഗം തന്നെയാണ്, പക്ഷെ എന്താണ്? ബഹുവചനാണ്. ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പറയാം നമുക്ക്? അവര് മൊത്തം ആണുങ്ങളാണെങ്കിൽ, മെയിലാണെങ്കിൽ അവർ എന്നതിനെന്താ? കെ നമുക്ക് ഉപയോഗിക്കാം. പുല്ലിംഗ ബഹുവചനാണ്. ഓക്കെ ആണോ? ഇനി കിയോ? കി എപ്പോൾ ഉപയോഗിക്കും? സ്ത്രീലിംഗ് ഏകവചനാണെങ്കിലും ബഹുവചനാണെങ്കിലും എന്താ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കീ ആണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു ഡിഫറൻസ് ഇല്ല കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ? കാ എപ്പോൾ ഉപയോഗിക്കും, കെ എപ്പോൾ ഉപയോഗിക്കും, കീ എപ്പോൾ ഉപയോഗിക്കും. നമുക്ക് നേരിട്ട് എക്സാമ്പിളിലേക്ക് കടന്നാലോ? എക്സാമ്പിളിലേക്ക് പോവാം. എക്സാമ്പിളിലേക്ക്. രമ കാ ഭായ്. രമ കാ ഭായ്, രമയുടെ ചേട്ടൻ. ഓക്കെ ആണോ? രമയുടെ സഹോദരൻ അല്ലെങ്കിൽ ബ്രദർ. ബി എവിടെ പോയി? ഇതിപ്പോൾ എന്താ ഉണ്ടായത് ഇവിടെ? രമയുടെ ചേട്ടൻ. അപ്പോൾ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? രമേനെ കുറിച്ചാണോ? അല്ല, ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ചേട്ടൻ എന്താ? ഒരുപാട് പേരുണ്ടോ? ഏതായാലും മെയിലാണ്, ചേട്ടനാണല്ലോ. അനിയത്തി ചേച്ചി എന്നൊന്നുമല്ല പറഞ്ഞേ, ചേട്ടൻ എന്ന് തന്നെയാണ് പറഞ്ഞത്. സോ എന്താ? ആണാണ്, മെയിലാണ്, അതായത് പുല്ലിംഗാണ്. ഒരാളേ ഉള്ളൂ. ചേട്ടന്മാരെ കുറിച്ചല്ല, ചേട്ടൻ എന്നേ പറഞ്ഞുള്ളൂ. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് രമയ്ക്കല്ല, ചേട്ടനാണ്. സോ എന്താ? രമേൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ അത് ആരാ നിൽക്കുന്നത്? രമയുടെ ചേട്ടൻ. അവിടെ നിൽക്കുന്ന രമയാണോ? കാണിക്കുന്ന ആൾ ആരാണ്? മെയിലാണ്. അത് മാത്രമല്ല, ഒരാളേ ഉള്ളൂ. സോ രമാക്ക ബായ് എന്ന് അങ്ങനെ വരും. ഇനി അടുത്തത് നമ്മുടെ ഒരു പ്രധാന കഥാപാത്രം ഉണ്ടല്ലോ. ആരാ? ദശരഥ.
दशरथ नहीं दशरथ के पुत्र ദശരഥന്റെ പുത്രന്മാർ. ഓക്കെ ആയോ? ഓക്കെ ആണോ? ദശരഥന്റെ പുത്രന്മാർ. അപ്പം എൻ്റെ ഉട കഴിഞ്ഞു, ഡേ കഴിഞ്ഞു കേട്ടോ. ദശരഥന്റെ പുത്രന്മാർ. ഓക്കെ ആണോ? പുത്രവുമില്ല കേട്ടോ, പുത്രന്ന് മാത്രമേ ഉള്ളൂ. പുത്രൻ എന്ന് മതി. അങ്ങനെ മതിയോ? എന്തുകൊണ്ടാ കെ വന്നേ? പുത്രന്മാർ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? നിനക്ക് ഏകദേശം കിട്ടിയോ? കാരണം എന്താ കെ വന്നു, കെ വന്നാൽ എന്താ അതിൻ്റെ അർത്ഥം? പുല്ലിംഗ ബഹുവചനാണ്. ദശരഥന്റെ പുത്രന്മാർ. അങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കണേ. അടുത്തത് അടുത്ത ഏതാ? അടുത്തത് വേറൊരെണ്ണം നോക്കാവേ. ഗർക്കി സ്ത്രീയും. ഗർക്കി സ്ത്രീയും എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിലെ സ്ത്രീകൾ. സ്ത്രീകൾ എന്ന് പറയുമ്പോൾ തന്നെ ബഹുവചന, പക്ഷെ എന്നാലും എന്താ കീ തന്നെയുള്ളൂ. പുല്ലിംഗല്ല, സ്ത്രീലിംഗ ഏകവചനാണേലും ബഹുവചനാണെങ്കിലും എന്താ എന്തിനു ഉപയോഗിച്ചാൽ മതി? കീ തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, വീട്ടിലെ സ്ത്രീകൾ. അതുകൊണ്ടാണ് എന്ത് വന്നേ? കീ വന്നേ. ഓക്കെ ആണല്ലോ? ഇനി ദേശ് കെ ലോക് എന്ന് പറഞ്ഞ എന്താ? ദേശത്തുള്ള ഉള്ള വന്നത് മനസ്സിലായോ? ദേശത്തുള്ള ആളുകൾ. ഇപ്പൊ ഏകദേശം നമ്മൾ ഏതൊക്കെ ഉപയോഗിച്ചു? കാ ഉപയോഗിച്ചു, കെ ഉപയോഗിച്ചു, കീ ഉപയോഗിച്ചു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എന്തേലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ. ഇപ്പൊ നമ്മൾ ഏകദേശം എല്ലാം പറഞ്ഞു. ഇനി ഓരോ പോയിന്റും കൂടെ പഠിക്കണം. കാ പ്രത്യയം പ്രയോഗിച്ചിരിക്കെ വാക്കിന് ശേഷം മറ്റൊരു പ്രത്യയം വരുന്നുവെങ്കിൽ എന്തുണ്ടാവും? കായ്ക്ക് പകരം എന്തുപയോഗിക്കണം? കെ ഉപയോഗിക്കണം. എന്താ ശരിക്കും ഇപ്പൊ പറഞ്ഞത്? ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി നോക്ക്. പറഞ്ഞുതരാം. കാ പ്രത്യയം ഉപയോഗിച്ചിരിക്കെ വാക്കിന് ശേഷം മറ്റൊരു പ്രത്യയം വരുന്നുവെങ്കിൽ, അതായത് ആ സെന്റൻസ് തന്നെ മറ്റൊരു പ്രത്യയം കൂടെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഉപയോഗിച്ച കായ്ക്ക് പകരം എന്തുപയോഗിക്കണം? കെ ഉപയോഗിക്കണം. നമുക്കൊന്നും കൂടെ നോക്കിയാലോ എന്താ സംഭവം? നമ്മൾ നേരത്തെ ഉപയോഗിച്ച രമ തന്നെ ആയിക്കോട്ടെ. രമാക്കാ ഭായ് എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞേ? ഖേ ഭായ് ആകും എപ്പോ? ഇവിടെ കേട്ടോ, രമാക്ക ബായ് എന്ന് നമ്മൾ പറഞ്ഞു. രമാക്കേ ബായ് ആയി മാറും എപ്പോൾ? അതിനുശേഷം ഒരു ഏതെങ്കിലും എന്നൊന്നും ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പ്രത്യയം വന്നാ ഇതിന്റെ അർത്ഥം എന്താ? പൂച്ച. അത് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തേക്കാം. എന്താ ഇപ്പൊ ഇവിടെ ചോദിച്ചെന്താ? എന്താ? രമയുടെ സഹോദരനോട്, ഇതായാണ് സഹോദരനോട് ചോദിച്ചു. എന്താ അവിടെ ഉണ്ടായത്? എന്താ? രമയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം?
രമാക്ക ബായ് എന്ന് ഉപയോഗിക്കാം. നമ്മൾ ആദ്യം അതാണല്ലോ പഠിക്കുന്നത്, ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ അതാ. പക്ഷെ അതിനുശേഷം വേറൊരു പ്രത്യയം, അതായത് വേറൊരെണ്ണം വന്നു. ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന സേയ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാ മാറ്റി കെ ആക്കി, രമാ കെ ബായ് സെ പൂച്ച എന്നായി മാറി. പിടികിട്ടിയോ? മനസ്സിലായല്ലോ? വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. മനസ്സിലായെന്ന് എഴുതാം. കുറച്ചധികം എക്സാമ്പിൾ നമുക്ക് നോക്കാം കേട്ടോ ഇവിടെ. അതായത് ഒന്നാമത്തെ എക്സാമ്പിൾ ഇതാ, സോനെ. സോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഗോൾഡ്. ഗഹന എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾഡ് കൊണ്ടുള്ള എന്നാണോ നമ്മൾ പറയാ? എന്ത്? ആഭരണം. ഇപ്പൊ കായ ഇവിടെ ഉപയോഗിച്ച പിടികിട്ടിയല്ലോ. അടുത്തത് പ്രേംചന്ദ്. പ്രേംചന്ദ് ക ലിഖ ബന്യാസ്. പ്രേംചന്ദ് എഴുതിയ എന്താ? പ്രേംചന്ദ് എഴുതിയ ഉപന്യാസം. ഓക്കെ ആണല്ലോ? അടുത്ത എക്സാമ്പിൾ 10 രൂപയ്ക്ക എന്താ? എന്തേലും സാധനം, ചാവലായിക്കോട്ടെ. ചാവൽ. എന്താ ചാവൽ എന്ന് പറഞ്ഞാൽ എന്താ? അരിയാണേ. എന്തൊക്കെ നമ്മൾ പറഞ്ഞേ? 10 രൂപ, 10 രൂപ, 10 രൂപ, 10 രൂപ, 10 രൂപയുടെ അരി, 10 രൂപയുടെ അരി. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. പാഞ്ച് എന്താ? 5 കൈ ആയിക്കോട്ടെ. 5 ഹാത്ത് കി എന്താ ഒരു സാധനം? വടി. എന്താ ഇതിൻ്റെ അർത്ഥം? 5 കൈ നീളമുള്ള വടി. നീളമുള്ളതെന്ന് ആഡ് ചെയ്യാൻ മറന്നു കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണേ. ഞാൻ ജസ്റ്റ് 5 കൈ, 5 കൈ. ഇവിടെ ഒരു സംഭവം കൂടെ വേണം, നീളമുള്ള വടി എന്നാക്കണം. അത് ആഡ് ചെയ്യാൻ മറന്നുപോയി. നമ്പറും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഇത് പിടികിട്ടിയോ? ഇത് ഏകദേശം ഒരു ചെറിയ ഐഡിയ എങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ബന്ധം, ഏതിൻ്റെയെങ്കിലും ഭാഗം എന്നിവ സൂചിപ്പിക്കാനായിട്ട് കോയ്ക്ക് പകരം കെ ആണ് നമ്മൾ ഉപയോഗിക്കുക. പിടികിട്ടിയോ? അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്നും കൂടെ ഞാൻ എഴുതി കാണിക്കാവേ. ഒന്നും കൂടെ എഴുതി കാണിക്കാം. ബന്ധം, ഏതിൻ്റെയെങ്കിലും ഭാഗം എന്നിവ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? കോയ്ക്ക് പകരം കോ ഉപയോഗിക്കുന്നു. നമുക്കിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വലിയത് കാര്യമായിട്ടൊന്നും പിടി കിട്ടില്ല. എക്സാമ്പിൾ നോക്കാം കേട്ടോ. നമ്മുടെ ദശരഥനെ തന്നെ നമുക്ക് എടുക്കാം. ദശരഥ खेती എന്താ?
രഥ വേണോ അല്ലെങ്കിൽ റാണിയോ? തീ. അപ്പൊ എന്താ ഇവിടെ പറയുന്നേ? ദശരഥന് 3 റാണിമാർ ഉണ്ടായിരുന്നു. ദശരഥന് 3 റാണിമാർ ഉണ്ടായിരുന്നു. 3 റാണിമാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്താ? എന്തിൻ്റെങ്കിലും ഭാഗം, ഏതിൻ്റെങ്കിലും ബന്ധം എന്നിവ സൂചിപ്പിക്കാൻ കോയ്ക്ക് പകരം നമ്മൾ എന്താ യൂസ് ചെയ്തേ? കെ യൂസ് ചെയ്തു. ന് വരുന്ന എവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കോയില. പക്ഷെ എന്താ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ബന്ധമാണ്. 3 റാണിമാരുടെ ബന്ധം ആരുമായിട്ടാ? ദശരഥനുമായിട്ടാണ്. സോ നമ്മൾ ഇങ്ങനെയാണ് കെ ഉപയോഗിച്ചാണ് നമ്മൾ യൂസ് ചെയ്തത്. പകരം കോയ്ക്ക് പകരം കെ ഉപയോഗിച്ചു. പിടികിട്ടിയല്ലോ. ഇനി അടുത്തതാ ഹാത്തി കോ അല്ലെങ്കിൽ ദോ സിംഗ് ഹോത്തേ ഹേ എന്ന് പറഞ്ഞ എന്താ? ആനയ്ക്ക് എന്തുണ്ട്? ഹാത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കയ്യല്ല കേട്ടോ, ആന. ആനയ്ക്ക് 2 കൊമ്പുണ്ട്. പിടികിട്ടിയോ? ആനയ്ക്ക്. അയ്ക്ക് പറഞ്ഞ നമ്മൾ എവിടെയാ? കോയില. പക്ഷെ ആനേൻ്റെ മേത്തുള്ള 2 ഭാഗം, ഒരു ഭാഗമാണല്ലോ ഈ കൊമ്പുകൾ എന്ന് പറയുന്നത്. 2 കൊമ്പുണ്ട്. സോ നമ്മൾ എന്ത് യൂസ് ചെയ്തു? കോയ്ക്ക് പകരം കെ ഉപയോഗിച്ചു. പിടികിട്ടിയോ? അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. ഉസ് നാടക के 10 दृश्य होते हैं എന്ന് പറഞ്ഞാൽ എന്താ? ആ നാടകത്തിന്, ഇനി ത്തിന് എന്നുള്ളതിന് എന്നുള്ളത് കോയാണ്, പക്ഷെ നമ്മൾ കെ ഉപയോഗിച്ച് കാരണം അങ്ങനെ വന്നു കേട്ടോ. 10 ദൃശ്യം. ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ദൃശ്യം തന്നെ. ദൃശ്യങ്ങളുണ്ട്. അതുപോലെ നാടകത്തിൻ്റെ ഭാഗമാണ് 10 ദൃശ്യങ്ങൾ. ആ നാടകത്തിന് എന്തുണ്ട്? 10 ദൃശ്യങ്ങളുണ്ട്. പിടികിട്ടിയോ? ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയേ? ഇന്നിപ്പോൾ നമ്മൾ ആകെ നോക്കിയത് കാ, കെ, കി എന്താണെന്നാണ്. കാ എന്താണ്? പുല്ലിംഗ ഏകവചനാണെന്ന് പറഞ്ഞു. കെ എന്താണ്? പുല്ലിംഗ ബഹുവചനാണെന്ന് പറഞ്ഞു. കി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ ബഹുവചനവും ഏകവചനം രണ്ടും ഈ കി തന്നെയാണ്. ഇനി എക്സാമ്പിളുകളാണ് നമ്മൾ കണ്ടത്. രമാക്കാബായ്, രമയുടെ ബ്രദർ. ദശരഥ് കെ പുത്രവും ദശരഥന്റെ പുത്രന്മാർ. ഗർ കി സ്ത്രീയും, വീട്ടിലെ സ്ത്രീകൾ. ദേശ് കെ ലോക്, ദേശത്തുള്ള ആളുകൾ. ഇനി കാ പ്രത്യേകം ഉപയോഗിച്ചിരിക്കുക വാക്കിന് ശേഷം മറ്റൊരു പ്രത്യയം വരുവാണെങ്കിൽ അവിടെ എന്ത് കൊടുക്കും? കായ്ക്ക് പകരം കെ കൊടുക്കും. എന്താ? രമാക്കെ ഭായ് സെ പൂജ, രമയുടെ സഹോദരനോട് ചോദിച്ചു. ഇവിടെ നോട് 2 പ്രത്യയം വന്നു. അപ്പൊ ആദ്യം ശരിക്കും ഉപയോഗിക്കേണ്ട രമാക്ക ബായിക്ക് പകരം രമാക്കെ ബായ് ആയി മാറി. അവിടെ എന്താ? ബായ് എന്നുള്ളത് ഒരുമാതിരി പുല്ലിംഗത്തിലായിപ്പോയി. വരാൻ കാരണം എന്താ? രണ്ടാമതൊരു സേ എന്ന് പറഞ്ഞൊരു പ്രത്യയം. സേ തന്നെ വരണം എന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു പ്രത്യയം വന്നാൽ മതി. ഓക്കെ ആണല്ലോ? ഇതൊക്കെയാന്ന് കരുതുന്നു. അടുത്തത് സോനക്ക ഗഹന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോന കൊണ്ടുള്ള ആഭരണം. ഇനി പ്രേംചന്ദ് ലിഖ ഉപന്യാസം, പ്രേമചന്ദ്രൻ എഴുതിയ ഉപന്യാസം. 10 രൂപയ്ക്ക ചാവൽ, 10 രൂപയുടെ അരി. 5 ഹാത്ത് ലംബാക്കി ഘടി എന്ന് വെച്ചാൽ 5 കൈ നീളമുള്ള വടി. ബന്ധം, ഏതിൻ്റെങ്കിലും ഭാഗം എന്നിവ സൂചിപ്പിക്കാൻ കോയ്ക്ക് പകരം കെ ഉപയോഗിക്കണം. അതായത് എന്തോ ബന്ധമുണ്ടെങ്കിൽ, ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഭാഗമാണെങ്കിൽ, അതിൻ്റെ ബന്ധത്തിലുള്ളതാണെങ്കിൽ കോ കൊടുക്കണ്ട, കെ കൊടുത്താൽ മതി. അപ്പോഴോ ദശരഥ് ഖേ 3 സ്ത്രീ റാണി ധി, ദശരഥന് 3 സ്ത്രീകൾ, അതറിയത് പറഞ്ഞ കേട്ടോ. 3 റാണിമാർ ഉണ്ട്. അടുത്തത് ഹാത്തിക്ക് ധോ സീഖ് ഹോത്തി ഹേ, ആനയ്ക്ക് 2 കൊമ്പുകളുണ്ട്. ഉസ് നാടകെ 10 ദൃശ്യ ഹോത്തി ഹേ, ആ നാടകത്തിന് എന്തുണ്ട്? 10 ദൃശ്യങ്ങളുണ്ട്. പിടികിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരുപാട് എടുത്ത് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക.
എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഒരുമിച്ച് നമുക്ക് മെയിമും വെറും ഒരുമിച്ചെടുക്കാം. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്യാൻ നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അധികം വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.